ആദ്യം ശ്രീ എൻ എം പിയേഴ്സൺ, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ, അതിന് ഇനിയും ദിവസങ്ങളുണ്ട്. പക്ഷെ പറഞ്ഞു കേൾക്കപ്പെടുന്ന ചില പേരുകളുണ്ട്. ആറ്റിങ്ങലിൽ വി ജോയ് മുതൽ കൊല്ലത്ത് മുകേഷ് തൊട്ട് പത്തനംതിട്ടയിൽ തോമസ് ഐസക് തൊട്ട് ആലപ്പുഴയിൽ എ മാരിഫ് തൊട്ട് അതിങ്ങനെ നീണ്ടു കിടക്കുന്നു. വടകരയിൽ കെ കെ ശൈലജയും കണ്ണൂർ എം പി ജയരാജനും കാസർഗോഡ് ടി വി രാജേഷും വരെ ആ പട്ടിക നീളുന്നു. പ്രമുഖരായിരിക്കും കളം നിറയുക എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അത് ഗുണകരമല്ലേ? അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് അഖിലേന്ത്യാ തലത്തിൽ ഒരു അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയ്ക്കുള്ള അതിന്റെ അംഗീകാരത്തിന്റെ അളവെടുപ്പായിരിക്കാം ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് എങ്ങനെ നേടാനായിട്ട് കഴിയും, ഏറ്റവും കൂടുതൽ സീറ്റ് എങ്ങനെ നേടാൻ കഴിയും എന്ന അന്വേഷണം മാത്രമാണ് ഇത്തരത്തിലുള്ള വളരെ പ്രഗത്ഭരായ പാർട്ടിയുടെ നേതാക്കളെ മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിക്കാനായിട്ട് CPM തയ്യാറായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് MLA-മാരും മന്ത്രിമാരും വരെ മത്സരരംഗത്ത് വരുന്നു എന്നതിന്റെ അർത്ഥം ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുള്ളിടത്തോളം വോട്ട് നേടാനായിട്ട് കഴിയണം, സാധ്യത നഷ്ടപ്പെടുത്താനായിട്ട് ഒരു കാരണവശാലും പാടില്ല എന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ നേരിട്ടിട്ടുള്ള പലതരത്തിലുള്ള തിരിച്ചടികളുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു പഴി കേൾക്കാനായിട്ട് ഇടവരരുത് എന്ന് കരുതി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് മുന്നോട്ട് വെച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതുമുഖങ്ങൾക്കും അതുപോലെ സ്ത്രീ പ്രാതിനിധ്യത്തിനും ഒക്കെ അവര് മുൻകാലത്ത് നൽകിയിരുന്നതായിട്ടുള്ള പ്രാധാന്യം പോലും മാറ്റിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ പറ്റുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുക, ആ ഒറ്റ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്കുള്ളത് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയും. അതിലൊരു നയവ്യതിയാനം സംഭവിക്കുന്നുണ്ടോ? വ്യക്തമായിട്ട് അതിനൊരു നയവ്യതിയാനം, ഏത് വിധേനയും ജയിക്കുക എന്ന് പറയുന്നൊരിടത്ത് ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ മത്സരം കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ആത്യന്തിക തലം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അന്തിമ ഫലം ഏത് തരത്തിലായിരിക്കും, അധികാരം ഏത് തരത്തിലായിരിക്കും എന്നുള്ളതെല്ലാം ഒരു വശത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. നയവ്യതിയാനം അത് ചോദ്യം ചെയ്യപ്പെടുകയില്ലേ, അത് വിമർശിക്കപ്പെടുകയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അല്ല, നയവ്യതിയാനത്തിനേക്കാളൊക്കെ ഉപരി ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യമായിട്ടുള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ വോട്ട് നേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മാത്രമാണ് സീറ്റ്. കാരണം ഈ എത്രമാത്രം വോട്ട് നേടി എന്നുള്ളത് നാളെ മിക്കവാറും തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു അളവുകോലായിട്ട് മാറാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ നയവ്യതിയാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിലെടുത്ത സമീപനങ്ങളോ ഒക്കെ മാറ്റിവെച്ചോ എന്ന് പരിശോധനയ്ക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കോ ഒന്നും പ്രസക്തി പാർട്ടിയുടെ മുന്നിലില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുൻകാലത്ത് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ പലരും, നമ്മളിപ്പോ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനായിട്ട് സൂചിപ്പിച്ച പേരുകളിൽ പലതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര സ്വീകാര്യമല്ലാതെ പോയ പേരുകളാണ് എന്ന് നമുക്കറിയാം. അത് കെ ശൈലജയുടെയും അതേപോലെ തന്നെ തോമസ് ഐസക്കിന്റെ ഒക്കെ ഉദാഹരണം എടുത്താൽ തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ലക്ഷ്യം രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അതിലൊരു പുനർവിചിന്തനമുണ്ടോ? അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് വിജയം തന്നെയാണെങ്കിലും ഒരു പുനർവിചിന്തനം ഇത്തവണ CPM ഈ വിഷയത്തിനകത്ത് നടത്തുന്നു, മാറ്റിവെച്ച പേരുകൾ വീണ്ടും കേൾക്കുന്നതിലൂടെ എന്നുള്ളൊരു വിലയിരുത്തൽ അതിനകത്തുണ്ടാവില്ലേ? അല്ല, പുനർവിചിന്തനത്തിനേക്കാൾ ഉപരിയായിട്ട്, കാരണം പുനർവിചിന്തനം എന്ന് പറയുന്നത് നമ്മളുടെ കേരള സംസ്ഥാന നിയമസഭയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉള്ള പാർട്ടിക്കകത്തെ ശാക്തിക ചേരികളുടെയും പാർട്ടിക്കകത്തുള്ള ഇഷ്ട അനിഷ്ടങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പുതിയ തരത്തിലുള്ള നയം വരികയും പല ആളുകളെ മാറ്റി നിർത്തപ്പെടുകയും. അത് പാർലമെന്റിലേക്ക് വരുന്ന സമയത്ത് ആ പ്രശ്നം വരുന്നില്ലല്ലോ. പാർലമെന്റിലേക്ക് വരുന്ന സമയത്ത് അത് മറ്റൊരു ലോകത്തെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇവരെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം കൂടി അത്തരത്തിലുള്ള ഒരു പ്രക്രിയക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ശേഖരിക്കാൻ എങ്ങനെ കഴിയും എന്ന അന്വേഷണം ഇതിനകത്ത് പ്രസക്തമാണ്. അതാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്.